ഇന്ന് വിഴിഞ്ഞത്ത് എത്തിയ MSCയുടെ മറ്റൊരു കപ്പലിൻ്റെ കാഴ്ച കാണുവാൻ വേണ്ടിയിട്ട് പകർത്തിയ വീഡിയോയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് നിരനിരയായി കപ്പലുകൾ വരുന്നു. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലക്ഷ്യമിട്ട് വന്നത് 6 അധികം കപ്പലുകളാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണ് നിരനിരയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റണ്ണിൽ തന്നെ തുറമുഖം മറയും വിധം കണ്ടെയ്നറുകൾ കൊണ്ട് നിറയുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിലേക്ക് എത്തിയ MSCയുടെ മറ്റൊരു കപ്പലാണ് താവീശി. തുറമുഖം മറയും വിധം കണ്ടെയ്നറുകൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി ഇവിടെ വലിയ ഷിപ്പുകൾ കണ്ടെയ്നറുകൾ കൊണ്ടുവരികയും അവ ചെറിയ ഷിപ്പിലോട്ട് കയറ്റി കൊണ്ടുപോവുകയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടവർ കപ്പലുകൾക്ക് സിഗ്നൽ നൽകുവാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതായാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യത്തെ ലോജിസ്റ്റിക് ടൗൺഷിപ്പ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഉയരും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ മിനി ലോജിസ്റ്റിക്സ് പാർക്കുകളുടെ ഈ ശൃംഖലയിലൂടെ പ്രദേശവാസികളടക്കം 10,000-ങ്ങൾക്ക് തൊഴിൽ ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക വികസന ഇടനാഴി ഔട്ടർ ഏരിയൽ ഗ്രോത്ത് കോറിഡോറിന്റെ ഭാഗമായ ആദ്യ ടൗൺഷിപ്പായിരിക്കും ഇത്. ബാലരാമപുരം, വെങ്ങാനൂർ, കോട്ടുകാൽ, വിഴിഞ്ഞം വില്ലേജുകളിൽ നിന്നായി 630 ഹെക്ടറോളം സ്ഥലം ഏറ്റെടുക്കും. ഒരു പ്രദേശത്തെ ഭൂമി ഉടമകളുടെ സമ്മതത്തോടെ വികസന ആവശ്യത്തിനായി വിജ്ഞാപനം ചെയ്യുന്ന ലാൻഡ് പൂളിംഗ് രീതിയിലാണ് ഇവിടെ നടപ്പിലാക്കുക. ഇതിനായി പുതിയ നിയമം നിർമ്മിക്കുന്നതിനുള്ള കരടും തയ്യാറായി. വെങ്ങാനൂർ വില്ലേജിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങി. കേരള ലോജിസ്റ്റിക്സ് പാർക്ക് നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം കൂടി ലഭിച്ചതോടെ പദ്ധതിക്ക് വേഗം കൂടും. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഉൾപ്പെടെ നിരവധി ദേശീയ അന്താരാഷ്ട്ര കമ്പനികളും സ്റ്റാർട്ടപ്പുകളും നിക്ഷേപത്തിന് താൽപ്പര്യം അറിയിച്ചിട്ടുണ്ടെന്ന് പദ്ധതിയുടെ നടത്തിപ്പുകാരായ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് അധികൃതർ പറഞ്ഞു. നിർബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കില്ല. ഏറ്റെടുക്കാനുദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ സർവേ നമ്പർ ഉൾപ്പെടെയുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് ഭൂ ഉടമകളിൽ നിന്നും അഭിപ്രായം തേടും. 75% പേർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ഭൂമി ഏറ്റെടുക്കും. പകുതി സ്ഥലം വ്യവസായികൾക്കായി നീക്കിവയ്ക്കും. സംരംഭകർക്ക് നൽകിയതിനു ശേഷമുള്ള മുഴുവൻ ഭൂമിയും ഉടമകൾക്ക് ആനുപാതികമായി വിട്ടുനൽകും. എന്താണ് ലോജിസ്റ്റിക്സ് പാർക്ക്? വിവിധ ഉൽപ്പന്നങ്ങളുടെ സംഭരണം, മാനേജ്മെന്റ്, വിതരണം, ഗതാഗതം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വ്യവസായ മേഖലയാണ് ലോജിസ്റ്റിക് പാർക്ക്. ഉൽപ്പാദന സ്ഥലത്ത് നിന്ന് കമ്പോളത്തിലേക്ക് ഉപഭോക്താക്കളിലേക്കും അതിവേഗത്തിലും ശ്രദ്ധയോടെയും ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ബൃഹത്തായ ശൃംഖലയാണിത്. ഇനിയുള്ള 3 മാസം വിഴിഞ്ഞം പോർട്ടിൻ്റെ ട്രയൽ റണ്ണായിരിക്കും. നിരനിരയായി കപ്പലുകൾ എത്തുന്ന വിഴിഞ്ഞം പോർട്ടിന് കൂടുതൽ കപ്പലുകൾ താൽപ്പര്യം അറിയിച്ചു. എവർഗ്രീൻ കമ്പനിയുടെ കപ്പൽ താമസിക്കാതെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തും. അതേസമയം വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കും മുമ്പേ കൂടുതൽ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുകയാണ് നിർമ്മാണ കമ്പനിയായ അദാനി പോർട്സ്. വിഴിഞ്ഞം തുറമുഖത്തിലെ 2-3 ഘട്ടങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും എന്ന് അദാനി പോർട്സ് അറിയിച്ചു. നമ്മുടെ ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രെങ്ത് അവർ നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നതും അവിടെ 2-3 ടവറുകൾ സിഗ്നൽ നൽകാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്നതും കാണാൻ കഴിയും. ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രെങ്ത് നല്ല രീതിയിൽ തന്നെ അവർ കൂട്ടി അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നതും കാണാൻ കഴിയും. അതുപോലെ ബെർത്തിൻ്റെ പണി അടുത്ത് ഉടനെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബെർത്ത് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബെർത്തിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2-3 ഘട്ടത്തിൻ്റെ പണി ഉടനെ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ MSCയുടെ കപ്പൽ ബെർത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.
അതുപോലെ തന്നെ 8 STS ക്രെയിനുകളും നമുക്ക് ഇവിടെ വ്യക്തമായി കാണാൻ കഴിയും. വരും ദിവസങ്ങളിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ അപ്ഡേറ്റ് വീഡിയോ വരുന്നതായിരിക്കും. പുതിയതായിട്ട് വിഴിഞ്ഞത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, വിഴിഞ്ഞം പോർട്ടിലെ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് വീഡിയോ ആയി വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് 1000 സബ്സ്ക്രൈബർ ആയി അതും അറിയിക്കുന്നു. ഇതുവരെ നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് തിരക്ക് ആയിപ്പോയതിനാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവയൊക്കെയാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ പുതിയ അപ്ഡേറ്റ് പുതിയ വിവരങ്ങൾ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം പുതിയ വീഡിയോയിൽ വിവരങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി അടുത്തടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇതുവരെ കണ്ട് നമ്മളെ സഹായിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒന്നുകൂടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിലുള്ള ഒരു വ്യൂ, അത് മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുക തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ലൈറ്റ് ഹൗസ്, കോവളം ലൈറ്റ് ഹൗസിൽ കൂടെ കയറി നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. വിഴിഞ്ഞം പോർട്ട് നമുക്ക് കോവളം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. വരും ദിവസങ്ങളിൽ വിഴിഞ്ഞം പോർട്ടിലെ തൊഴിലിനെ പറ്റിയുള്ള വിവരങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ കൂടെ വരുന്നതായിരിക്കും. നമ്മുടെ പ്രേക്ഷകർ പലരും ആ വിഴിഞ്ഞം പോർട്ടിലെ തൊഴിലവസരങ്ങളെക്കുറിച്ച് കൂടെ പറയണമെന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവയെക്കുറിച്ച് കൂടെയുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ വിഴിഞ്ഞത്തെത്തിയ ആറാമത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എത്തിയ കപ്പലാണ് MSCയുടെ താവിഷിയുടെ ഒരു ചിത്രം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. MSCയുടെ താവിഷി ഇന്ന് രാവിലെ തന്നെ തുറമുഖത്തിന് നമ്മുടെ പുറം കടലിൽ എത്തുകയും രാവിലെ അത് 9 മണി സമയത്തിനുള്ളിൽ തന്നെ ബർത്തിലോട്ട് കൊണ്ടുവരികയും അതിവേഗം തന്നെ അവ ബർത്തിലോട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതിനാൽ എനിക്ക് ബർത്തിലോട്ട് അടുപ്പിക്കുന്ന വീഡിയോ എടുക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ അതിവേഗം തിരക്ക് പിടിച്ച് വിഴിഞ്ഞം പോർട്ടിലോട്ട് വരികയായിരുന്നു.